നിർമ്മാതാവായ ബാദുഷയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഒരു പരാതി വരുന്നത്. ഇതാ മറ്റൊരു വ്യക്തിയും കൂടി തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. ബാദുഷ ആദ്യം തന്നെ എന്റെ അടുത്ത് ഒരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞുകൂടെ എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ബാദുഷ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന മനുഷ്യൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബാദുഷ എന്ന് പറയുന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതിന്റെ ഭാഗമായിട്ട് പണം എവിടെ, കടം വാങ്ങിച്ച പണം എവിടെ എന്ന് ബാദുഷ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് താഴ്ത്തു വന്നിട്ട് ഹരീഷ് കണാരൻ ഫാൻസ് ചോദിച്ചുകൊണ്ടേ തുടങ്ങി. ഇവൻ ഹരീഷ് കണാരൻ എന്തെങ്കിലും ഇട്ടാൽ പോലും ഇത് തന്നെയാണ് ചോദിച്ചിരുന്നത്. ഇതിന് സമയത്ത് എന്താണ് ഹരീഷ് കണാരൻ പറഞ്ഞതെന്നൊക്കെ മറ്റും അറിയണം. അതിനു മുമ്പ് നമ്മുടെ നടൻ ദിലീപില്ലേ, അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ട് കേസ് എന്തെന്ന് ചോദിക്കരുത്, കോടതി ഇരിക്കുന്ന കേസാണ്, അവിടെ ഞാൻ മിണ്ടത്തില്ല. എന്തായാലും അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ട് 20 ലക്ഷവും പിന്നീട് 1 കോടിയോളം രൂപ ഈ ബാദുഷ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പുതിയ ആള് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ട് നമ്മുടെ ആ മനുഷ്യൻ ആ പാവം മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ ആവോ നമുക്ക് നോക്കാം അല്ലേ, കേട്ടോക്കെ. ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളെ പേര് പറയുന്നത്, എന്താ ഇയാളെ പേര് ബാദുഷയാണ് ആള്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ സിനിമ ഇല്ലാതാവുമായിരിക്കും. ഓട്ടൊക്കെ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ജീവിച്ചു പോയി. എങ്ങനെയുണ്ട് അല്ലേ? ഹരീഷ് കണാരനാണ് ഒരുപാട് രസകരമായ കോമഡികളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ബാദുഷയുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദുഷ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട് അത്ര ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ലക്ഷങ്ങളാണ് കേട്ടോ, ലക്ഷങ്ങളാണ്. നമുക്കൊന്നും കേട്ടാൽ സഹിക്കാൻ പറ്റില്ല, ലക്ഷങ്ങളാണ്. ബാദുഷ ഒരു ഗംഭീര നിർമ്മാതാവാണ്. പക്ഷെ ആ പണം ഒന്നും തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഇദ്ദേഹം കടം ചോദിച്ചപ്പോൾ, നിർമ്മാതാവ് കടം ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്തിനു കൊടുക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നീക്ക് പോക്കല്ല സുഹൃത്തുക്കളെ. ഒരു നിർമ്മാതാവാണ് കടം ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്കൊക്കെ വിളിക്കും, അങ്ങനെ സിനിമയിൽ സജീവമാകാം. ഇങ്ങനെ മോഹത്തിന്റെ പുറത്താണ് ഈ പാവം കണാരെന്ന് പറയുന്ന ഈ മനുഷ്യൻ കടം കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും തിരികെ കിട്ടിയില്ലെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിന് ഉത്തരം ഉണ്ടാവുന്നു, ഇങ്ങോട്ട് മറുപടി പറയുന്നു, അതിന് മറുപടി അങ്ങനെ പറയുന്നു. എന്തായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ മനുഷ്യന്റെ, ഹരീഷ് കണാരെന്ന് പറയുന്ന ഇതേ മനുഷ്യന്റെ വീട്ടിൽ ഒരു പാല് കാച്ചലുണ്ടായപ്പോൾ, വീട്ടിൽ കുടിയിലിരിക്കുന്നുണ്ടായപ്പോൾ ഇതേ ബാദുഷ വന്നു. പരസ്പരം കൈ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒത്തു തീർന്നു എന്നുള്ളതാണ് ശരി. അവരെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയാം. ഇപ്പോഴും നമ്മൾ സിനിമയിൽ അത്ര സജീവമായി നിൽക്കണമെന്നില്ല. ഒരു കയറ്റത്തിന് എന്തായാലും ഒരു ഇറക്കുണ്ട്. അപ്പം ആ ഇറക്കായിരിക്കും ഞാൻ വിചാരിച്ചേ. പിന്നെ അപ്പം എനിക്ക് അല്ലാതെ 1-2 പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. ഞാൻ ഈ ARMൽ എനിക്ക് 40 ദിവസം ഡേറ്റ് തന്ന്, ഈ ഡേറ്റ് തന്നൊക്കെ ഓക്കെ പറഞ്ഞൊക്കെ ഇതായി. പിന്നെ അതിൻ്റെ ഈ ഇടയ്ക്കാണ്, ഈ ഡേറ്റ് തന്ന ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു. കാരണം ഞാൻ 3-4 കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല. അപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്, ചോദിച്ചു. തരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒരു ദിവസം ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇത്രയും പൈസ തരാണ്ട്, സംസാരിക്കണം. അങ്ങനെ ബാബുച്ചേട്ടൻ സംസാരിച്ച് തിരിച്ചു സംഭവമൊക്കെ ഓക്കെ ഹരീഷിന് തരാണ്ടെന്ന് പറഞ്ഞ്. അതായത് പിന്നെ ഒരു കാര്യം ഇങ്ങനെ പല ആൾക്കാരും ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഹരീഷ് എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങാൻ നോക്ക്. അതിന്റെ ഇടയ്ക്ക് ഈ ARM ഷൂട്ട് തുടങ്ങി. എനിക്ക് എന്നെ വിളിച്ചതുമില്ല, ഒന്നുമില്ല. സീരിയൽ എങ്ങനെയുണ്ട്? അപ്പോ അതിന്റെ ഇടയിൽ ഈ ARM സിനിമയുടെ ഇടയിലടക്കം ഈ ബാദുഷ എന്ന് പറയുന്ന മനുഷ്യൻ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ കിട്ടേണ്ട സാധ്യത മുഴുവൻ തകർത്തു എന്ന് പറയുന്നത്. ഇതന്ന് ഗംഭീര വാർത്തയായിരുന്നു. ഒരുപാട് ആളുകൾ ബാദുഷ ഒപ്പം നിന്നു, ഒരുപാട് ആൾക്കാർ നമ്മുടെ ഹരീഷ് കണാറിന്റെ ഒപ്പം നിന്നു. എന്തായാലും അന്ന് ബാദുഷ ഉത്തരം പറഞ്ഞത് വേറെ രീതിയിലാണ് കേട്ടോ, കണ്ടോക്കിയേ. ഹരീഷ് കണാറിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കണാറിന്റെ സ്വഭാവം കൊണ്ടാണ്. ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല. അദ്ദേഹം ആരോപിച്ചത് എന്തായാലും അത് വളരെയധികം ഗംഭീരമായിട്ട് എത്രയോ തുക കൊടുക്കാനുണ്ട് എന്നൊക്കെ ആരോപിച്ചതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് വളരെ അപമാനം ഉണ്ടായി എന്നൊക്കെയായിരുന്നു അന്ന് അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നത്. ശരിയാണ്, തീർച്ചയായിട്ടും അപമാനം ഉണ്ടാവും. നമുക്കിപ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഹരീഷ് കണാറിന് ആ പൈസ ഇനി കൊടുത്തോ? സെറ്റിലായ? സത്യത്തിൽ ഹരീഷ് കണാറിന് കൊടുക്കാനുണ്ടായിരുന്നോ?
കൊടുക്കാനില്ലാത്ത 5 പൈസ തരാനില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എനിക്ക് ബാദുഷ പൈസ തരാനുണ്ട് എന്ന് അങ്ങനെ ഒരു ഉറപ്പോട് കൂടി പറയണമെങ്കിൽ അയാൾ അതിൽ തെളിവുകൾ ഉണ്ടാവണം, അല്ലേ? കടം കൊടുത്തതിന് തെളിവ് ഉണ്ടാവണം. ഒന്നെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വെച്ചാൽ അതിന് ബാങ്ക് ത്രൂ ആണെങ്കിൽ അതിൻ്റെ തെളിവ് കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മൂഞ്ചിപ്പോയി എന്നേ പറയുള്ളൂ. ബാക്കി ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലൊക്കെ തിരികെ വാങ്ങിക്കുന്നല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇത്രയും തുക കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു നോട്ട്, അല്ലേ, എന്തെങ്കിലും ഒരു പ്രോമിസറി നോട്ട് സംതിങ് ലൈക്ക് ഉണ്ടാവാതെ കൊടുക്കില്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ബാദുഷ ഇപ്പോൾ ഒരു പുതിയ കേസ് വരുന്നത്, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ സഹായിക്കാൻ ബാദുഷ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നിർമ്മാതാവ് വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആ നിർമ്മാതാവിന്റെ വർത്തമാനം കേട്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞെട്ടിപ്പോകും. കേട്ടോക്കിയേ. കാര്യം ഇന്നലെ മുതലേ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റർ കൊടുത്ത് നിർത്തി വെക്കുവാണ്. ഷിനോയി ഏറ്റതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. 3.5 കോടി രൂപയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിന്റെ അതിട്ടത്. പക്ഷെ അറ്റ്ലീസ്റ്റ് സിനിമ നടക്കുന്നില്ല, വിളിച്ചിട്ട് ആൾ എടുക്കൂല. അത് 1 കോടിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീട് വാങ്ങാനുള്ള കാശുണ്ട്, സ്വർണ്ണം വാങ്ങാനുണ്ട്, 1 കോടി അപ്പുറത്തേക്ക് ഈ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. തൊട്ടു മുമ്പ് നമ്മുടെ ഹരീഷ് കണാരൻ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇടവേള ബാബു ചേട്ടനെ വിളിച്ചപ്പോൾ ഇടവേള ബാബു ചേട്ടൻ പറഞ്ഞു അയാൾക്ക് ഇങ്ങനെ പല കേസുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പലർക്കും പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്ന് ഇടവേള ബാബു ചേട്ടൻ പറഞ്ഞു എന്നുള്ള കാര്യം ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. അതായത് ബാദുഷ ഇങ്ങനത്തെ കുറേ പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, പലരും തിരിച്ചു കൊടുക്കാനുണ്ട്, പലർക്കും കടക്കാരനാണ് എന്ന്, പലരും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയൊക്കെ നടക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഇത് നമുക്കൊന്നും അറിയില്ല, ഇവര് പറയുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിനുണ്ട്. പക്ഷെ വാങ്ങിയ വ്യക്തിയുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ ഫോൺ വിളിച്ചെടുക്കില്ല. അടിപൊളി. അതായത് എങ്ങനെയുണ്ട്? അതായത് ദിലീപിന്റെ കേസ് അടക്കം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറായിട്ടുണ്ട് ബാദുഷാന്ന്. അല്ലെങ്കിൽ ദിലീപിന്റെ കേസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കരുതാം. പക്ഷെ അത് ദിലീപിന് കിട്ടിയിട്ടുണ്ടോ, ദിലീപിന്റെ കേസിന് കിട്ടിയിട്ടുണ്ടോ, ഇദ്ദേഹം തന്നെയാണ് ഉപയോഗിച്ചത് എന്ന കാര്യങ്ങളൊന്നും ഒരു പിടുത്തമില്ല. എന്തൊക്കെയായാലും ബാദുഷ ഒരു നോട്ടപ്പുള്ളിയായിട്ട് സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് ഈ 2 പേരുടെയും വർത്താനമൊക്കെ നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അറിയേണ്ടത് ഇതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ അറിയത്തില്ല. ബാദുഷ ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടോ അറിയത്തില്ല. ഹരീഷ് കണാർ എന്ന് പറയുന്ന നിഷ്കളങ്കരായ മനുഷ്യൻ എന്തിനാണ് ഇത്ര വലിയ പണച്ചാക്കിനോട് എനിക്ക് പണം തരാനുണ്ടെന്ന് ഇത്ര ധൈര്യത്തോടെ പറയുക? അപ്പോൾ ഹരീഷ് കണാറിൻ്റെ കയ്യിലും ഒരല്പസ്വല്പം സത്യസന്ധത ഇല്ലേ? ഉണ്ടാവണം. ബബ.